ശ്രീമന്നാരായണീയം ദശകം 16 നാരായണ അവതാരവും ദക്ഷയാഗവും. ശ്ലോകം 6. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. ഭീത്യാലമംഗജ വസന്ത സുരാംഗനാഭോ മന്മാനനം ത്വിഹ ജുഷദ്വമിതി ബ്രുവാണ. ത്വം വിസ്മയേന പരിതസ്തു വദാമധൈഷാം പ്രാദർശയസ്വ പരിചാരക കാതരാക്ഷി. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ദേവേന്ദ്രൻ നാരായണമൂർത്തിയുടെ തപസ്സിളക്കുവാനായിട്ട് കാമദേവനെ പറഞ്ഞയക്കുന്നതും കാമദേവൻ തൻ്റെ ബന്ധുക്കളായിട്ട് വസന്തത്തിനെയും മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന ആ കാറ്റിനെയും ഇവിടെ കൂട്ടുചേർത്തു. അവരായിട്ട് കൂട്ടുകൂടി അപ്സര സുന്ദരിമാരോടുകൂടി തപസ്സിളക്കുവാനായിട്ട് ചെന്നു. എന്നിട്ട് ലീലാവിലാസങ്ങള് തെളിഞ്ഞു നിൽക്കുന്ന സുന്ദരിമാരായിട്ടുള്ള അപ്സര സ്ത്രീകളുടെ കടാക്ഷങ്ങളാകുന്ന നോട്ടങ്ങളാകുന്ന അമ്പുകള് പല പ്രാവശ്യമേറ്റിട്ടും നാരായണമൂർത്തിക്ക് യാതൊരു ഇളക്കവും ഉണ്ടാവാതെ ഇരുന്നു. അത് കണ്ടപ്പോഴെല്ലാവരും ഭയപ്പെട്ടു. ആ സമയത്ത് നാരായണമൂർത്തി ഉണർന്ന് മന്ദഹാസത്തോടുകൂടി കാമദേവനോട് പറഞ്ഞു. അഥ അനന്തരം അവിടുന്ന് ഹേ അങ്കജ, അല്ലയോ അങ്കജ, കാമദേവനെ വിളിക്കുന്നതാണ്. അല്ലയോ കാമദേവ, വസന്ത, സുരാംഗന, സുന്ദരിമാരെ, ദേവസുന്ദരിമാരെ, വ നിങ്ങൾക്ക് ഭീത്യാ അലം, ഭയം വേണ്ട, നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട എന്ന് പറയാണ്. കാമദേവ, വസന്ത, ദേവസുന്ദരിമാരെ എല്ലാവരെയും വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ഇഹ, ഇവിടെ വെച്ച് മന്മാനനം, എൻ്റെ മാനനം, അതായത് ബഹുമാനത്തോടു കൂടി ഞാൻ തരുന്ന എൻ്റെ സമ്മാനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമ്മാനമാകട്ടെ നിങ്ങൾ ജുഷധ്വം, ഇവിടെ നിങ്ങൾ സ്വീകരിച്ചാലും, ഇത് ബ്രുവാണ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവിടെ ഇന്ദിരുപടി തന്നെയായ നാരായണമൂർത്തി കാമദേവനോട് പറയാണ്, വസന്തത്തിനോടും ദേവസുന്ദരിമാരോടും ഒക്കെ ആയിട്ട് പറയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇവിടെ വച്ച് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ട്, അത് നിങ്ങൾ സ്വീകരിച്ചാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപരിചാരക കാതരാക്ഷി, തൻ്റെ പരിചാരകരായിട്ടുള്ള തൻ്റെ ദാസിമാരായ കാതരാക്ഷി സുന്ദരിമാരെ വിസ്മയേന, അത്ഭുതത്തോടെ, പരിത, തൻ്റെ ചുറ്റും നിന്ന്, സ്തുവതാം, സ്തുതിക്കുന്ന, യേഷാം, ഈ കാമദേവൻ തുടങ്ങിയവർക്ക് പ്രാദർശയ, കാണിച്ചു കൊടുത്തു. അത്ഭുതത്തോടെ തൻ്റെ ചുറ്റും നിന്ന് നാരായണമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഇവർക്കെല്ലാവർക്കും ഭഗവാൻ കാണിച്ചു കൊടുത്തു തൻ്റെ ദാസിമാരായ സുന്ദരിമാരെ. ഇവിടെ ശ്രീനാരായണ മഹർഷിയുടെ തപസ്സിളക്കാനായിട്ട് ദേവേന്ദ്രൻ പറഞ്ഞയച്ച ഇവരെല്ലാവരും ഭഗവാന് യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പൊ വേഗം ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം തരുന്നുണ്ട്, അത് നിങ്ങൾ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ചുറ്റും നിന്ന ആ ദാസിമാരെ, പരിചാരകരായിട്ട് നിൽക്കുന്ന ദാസിമാരെ, സുന്ദരിമാരെയൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തു.
ഇവിടെ ചുറ്റും നിന്ന് ഇവരെല്ലാവരും ഭഗവാന് പേടിയോടുകൂടി നിന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവരുടെ ഭയമെല്ലാം മാറി അവർ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതിക്കുന്നവരെയാണ് ഈ പരിചാരികമാരായിട്ടുള്ള സുന്ദരിമാരെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.